ഈസി ആയിട്ട് നമുക്കിതൊരു ചിക്കൻ കറി വെച്ചാലോ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തത് 2 ചെറിയ സവാള അരിഞ്ഞത്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്. ഇനി പൊടികളായിട്ട് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കനും. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ തക്കാളിയാണ് എടുത്തത്, 2 എണ്ണം. തക്കാളി ചെറുതായിട്ട് വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് തിളച്ച് വരുമ്പം അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.